പെന്തക്കോസ്തുകാർക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉതിർത്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പാസ്റ്റർമാരുടെ മക്കളടക്കം എഴുന്നേറ്റിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും പരിചിതമാണല്ലോ. ഒന്നല്ല, അനവധി വിമർശനങ്ങൾ പെന്തക്കോസ്തുകാർ ഈ കാലഘട്ടത്തിൽ ഫേസ് ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുവാനിടയായി. നിങ്ങളോട് ഒരു ചെറിയ ദൈവശബ്ദം പറഞ്ഞ് നിങ്ങളൊന്ന് ഉറപ്പിക്കേണ്ടതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യ നൂറ്റാണ്ട് മുതലേ ക്രിസ്തീയ സമൂഹത്തിനെതിരെ അല്ലെങ്കിൽ പെന്തക്കോസ്ത് സമൂഹത്തിനെതിരെ ശക്തമായ എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ കൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര വിമർശനങ്ങൾ അവൻ്റെ മുമ്പിൽ വന്നാലും, അവനെതിരെ എത്ര പ്രശ്നങ്ങൾ വന്നാലും അവൻ തകർന്നു പോകില്ല. കാരണം ലഭിച്ച അനുഭവം എന്ന് പറയുന്നത് ലോകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടും മാറ്റിക്കളയാൻ കഴിയാത്ത ഒന്നാണ്. ആശയങ്ങൾ കൊണ്ടോ ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ടോ എതിർത്ത് തകർത്ത് കളയാൻ കഴിയാത്ത ഒരു മാർഗമാണ് പെന്തക്കോസ്ത് മാർഗം എന്ന് പറയുന്നത്. കാരണം ലോകത്തിൽ സകല മനുഷ്യരും അവരുടെ സ്വന്തം ജ്ഞാനത്തിൽ ആശ്രയിക്കുമ്പോൾ പെന്തക്കോസ്ത് സമൂഹം ആശ്രയിക്കുന്നത് സ്വയത്തിൻ്റെ ജ്ഞാനത്തിലല്ല, സ്വന്തം ജ്ഞാനത്തിലല്ല, പകരം സകല പ്രപഞ്ചത്തെയും എന്ന് വെച്ചാൽ നാം കാണുന്ന സൂര്യനെയും നാം കാണുന്ന ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സകല ഗ്രഹങ്ങളെയും ഈ ഭൂമിയിൽ കാണുന്ന വെള്ളത്തെയും കരയെയും മൃഗങ്ങളെയും മരത്തെയും സകല പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ഉണ്ടാക്കിയ സർവശക്തനായ ദൈവത്തിൻ്റെ പരിജ്ഞാനത്താലാണ് ഓരോ പെന്തക്കോസ്തുകാരും ജീവിക്കുന്നത്. അങ്ങനെ ജീവിതത്തിൽ സത്യമെന്തെന്നറിയുകയും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മോഹത്തെ വിട്ടോടിയ ഒരു ദൈവ പൈതലിന് ഒരിക്കലും ഈ ലോകത്തിൻ്റെ മക്കൾ അവരുടെ വിമർശനങ്ങളോ അവരുടെ കുറ്റം ചുമത്തലുകളോ അവരുടെ വഴക്കുകളോ ഉപദ്രവങ്ങളോ ഉതിർത്തു വിട്ടാൽ നമ്മളെ അത് ബാധിക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ഈ കാലഘട്ടത്തിൽ ഒത്തിരി വിമർശനങ്ങൾ നമുക്ക് നേരെ വരുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു സത്യം എന്തെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു അന്ത്യ കാലഘട്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലോക അവസാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ചില അടയാളങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് യേശു കർത്താവ് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ പറഞ്ഞു തുടങ്ങുന്ന ആദ്യത്തെ പദം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അന്ത്യകാലഘട്ടത്തിൽ ജീവിക്കുന്ന രക്ഷയുടെ അനുഭവത്തിൽ, രക്ഷയുടെ സന്തോഷത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളുടെ ഏറ്റവും ആദ്യമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം തെറ്റിപ്പോകരുത് എന്നുള്ളതാണ്. അപ്പം ഇതുപോലുള്ള വിമർശനങ്ങൾ ഒത്തിരി ഉണ്ടാകുമ്പോൾ, എസ്പെഷ്യലി രക്ഷയുടെ അനുഭവത്തെ ചോദ്യം ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തെറ്റിപ്പോകരുത്. തെറ്റിപ്പോയാൽ യേശു ക്രിസ്തുവിൻ്റെ വരവിങ്കൽ ഒരു പക്ഷേ കൈവിടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ലോകാവസാനത്തിങ്കൽ യേശു കർത്താവിൻ്റെ വരവിങ്കൽ നമ്മുടെ ലൈഫിനകത്ത് തെറ്റിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകരുത്. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ വാക്കിനാലോ പ്രവൃത്തിയാലോ നമ്മുടെ ഹൃദയത്തിനകത്ത് വന്ന യേശു ക്രിസ്തുവിലുള്ള രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം 1-ാം നൂറ്റാണ്ട് മുതൽ യഥാർത്ഥ ക്രിസ്തീയ അനുഭവത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഒത്തിരി പേർ തെറ്റിപ്പോകും. ഒത്തിരി പേർ ഇത് ദുരുപദേശമാണെന്ന് പറയും, ഇത് വെറും തട്ടിപ്പാണെന്നും കള്ളത്തരമാണെന്നും ഇത് നേരായ രീതിയല്ലെന്നും എന്നൊക്കെ പറഞ്ഞ് ഇത് കൾട്ടാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വിമർശനങ്ങൾ ഇനിയും വരാനിരിക്കുന്നു. ഇപ്പോൾ ശക്തന്മാരായി ശുശ്രൂഷിക്കുന്ന പല ശുശ്രൂഷകന്മാരും ഒരുപക്ഷെ നാളെ ഇതിനെതിരായി തിരിഞ്ഞേക്കാം. ഇതിനേക്കാളൊക്കെ വലിയ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം തിരിച്ചറിയണം, ഇത് അന്ത്യനാഴികയാണ്. ആരും നമ്മളെ തെറ്റിക്കരുത്. ഇത് പറഞ്ഞത് മനുഷ്യനല്ല, നമുക്ക് വേണ്ടി മരിച്ച് നമുക്ക് വേണ്ടി അടക്കപ്പെട്ട് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നമ്മുടെ രക്ഷകനായ യേശു കർത്താവാണ്. യേശു കർത്താവ് പറയുന്നു, ആരും നിങ്ങളെ തെറ്റിപ്പാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. യേശു കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷ വൃഥാവല്ല. നാം അനുഭവിക്കുന്ന രക്ഷയുടെ സന്തോഷം ഒരിക്കലും നുണയല്ല, പകരം ഇത് സത്യമാണ്. നാം അനുഭവിക്കുന്ന സന്തോഷം സത്യമാണ്. വീണു പോകുന്നവരിലേക്ക് നോക്കണ്ട, വീഴാതിരിപ്പാൻ നമ്മെ
തന്നെ നമുക്ക് സൂക്ഷിക്കാം. കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു. അതിൻ്റെ അടയാളങ്ങൾ ലോകമും എമ്പാടും സംഭവിക്കുന്നു, നമ്മളുടെ ഇടയിൽ പോലും സംഭവിക്കുന്നു, ഈവൻ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ പോലും സംഭവിക്കുന്നു. അത് മനസ്സിലാക്കി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം, വിശുദ്ധിയിൽ ജീവിക്കാം. കർത്താവ് വരാറായി. ഗോഡ് ബ്ലസ് യു. ആമേൻ.